എല്ലാ വിദ്യാർത്ഥികൾക്കും MA മലയാളത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങളെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. അതിലെ 4ാമത്തെ ബ്ലോക്ക് ധ്വനി നിരാസാവാദങ്ങളും പിൻകാല ചിന്തകളും അല്ലേ. അപ്പൊ അതിൽ നമ്മൾ ആദ്യത്തെ 2 യൂണിറ്റ് നമ്മൾ കഴിഞ്ഞു. നമുക്കതിലെ 3ാമത്തെ യൂണിറ്റിലേക്ക് പോകണം. അനുമാന സിദ്ധാന്തം, ഔചിത്യ സിദ്ധാന്തം. ഇത് 2 ഭാഗങ്ങളാണ്. ഒരു ഭാഗം അനുമാന സിദ്ധാന്തം, മറ്റേത് ഔചിത്യ സിദ്ധാന്തം. ഈ 2 സിദ്ധാന്തങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം അനുമാന സിദ്ധാന്തം. എന്താണ് അനുമാന സിദ്ധാന്തം? എന്താ അനുമാനം ചെയ്യുക? അനുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഊഹിക്കുക എന്നുള്ള അർത്ഥമാണല്ലോ. നമ്മൾ പലപ്പോഴും അനുമാനിക്കുക എന്നുള്ള അർത്ഥത്തിലെ ആ ഒരു ഉദ്ദേശത്തോടുകൂടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഊഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്താ നോക്കാം. അനുമാന സിദ്ധാന്തം. മഹിമ ഭട്ടനാണ് അനുമാന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ആരാണ്? മഹിമ ഭട്ടനാണ് അനുമാന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പൊ അദ്ദേഹം എന്താണ് അനുമാന സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്നത്? നോക്കൂ, വ്യക്തി വിവേകം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് അദ്ദേഹം. ഈ വ്യക്തി വിവേകം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലാണ് അദ്ദേഹം അനുമാന സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ധ്വനി നിരാശ സിദ്ധാന്തമാണ്. അല്ലെങ്കിൽ ധ്വനിയെ നിരസിച്ചുകൊണ്ടാണ്, ധ്വനി എതിർത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഈ അനുമാന സിദ്ധാന്തം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം മഹിമ ഭട്ടനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വ്യക്തി വിവേകം എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവാണ്. AD 1020 ശേഷം അദ്ദേഹം ജീവിച്ചിരുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. താക്തികോശം എന്ന രചനയും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്, മനസ്സിലാക്കി വെക്കുക. ധ്വനിഖണ്ഡനം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് അദ്ദേഹം വ്യക്തി വിവേകം രചിച്ചത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? ധ്വനി ഖണ്ഡനം അല്ലെ, ധ്വനി നിരാസമായിരുന്നു, ധ്വനി ഖണ്ഡനമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഉദ്ദേശം. മനസ്സിലാക്കുക. അതിനുശേഷം എന്താ പറയുന്നത്? അനൗചിത്യമാണ് മഹിമഭട്ടന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത്. അനൗചിത്യമാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ ദോഷം. ഒരു കവിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ദോഷം, ഒരു കവിക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ദോഷം എന്ന് പറഞ്ഞാൽ അനൗചിത്യമാണ്. അതായത് അലങ്കാരങ്ങൾ ഉചിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അവിടെ എന്തായിരിക്കുന്നത്? അനൗചിത്യമാണ് ഏറ്റവും വലിയ ദോഷം എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിച്ചത് എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. എന്തൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തിന്റെ വ്യക്തി വിവേകത്തെ കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുമാന സിദ്ധാന്തത്തെ കുറിച്ചുമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. വ്യക്തി വിവേകം അല്ലെ, ഈ ഗ്രന്ഥം നമുക്ക് 3 ഭാഗങ്ങളായിട്ട് വിഭജിക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ വ്യക്തി വിവേകം എന്ന് പറയുന്ന ഗ്രന്ഥം നമുക്ക് 3 ഭാഗങ്ങളായിട്ട് വിഭജിക്കാം. അതിൽ 1ാം ഭാഗത്തിൽ അദ്ദേഹം ആനന്ദവർദ്ധനന്റെ ധ്വനി നിർവചനകാരികതയുടെ വിമർശനമാണ് നടത്തുന്നത്. എന്താണ്? ധ്വനി നിർവചനകാരികയുടെ വിമർശനമാണ് അതിലെ 1ാം ഭാഗത്തിൽ വരുന്നത്. ഇതിന്റെ വ്യക്തി വിവേകത്തിന്റെ 1ാം ഭാഗത്തിൽ വരുന്നത്. 2ാം ഭാഗത്തിൽ അദ്ദേഹം ധ്വനിക്ക് നൽകിയ ഉദാഹരണത്തിലെ കാവ്യദോഷങ്ങളെയാണ് വിശദീകരിക്കുന്നത്. ധ്വനിക്ക് നൽകിയ ഉദാഹരണത്തിലുള്ള കാവ്യദോഷങ്ങളെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അതിന്റെ 2ാം ഭാഗത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 3ാം ഭാഗത്തിൽ ധ്വനികാരൻ നൽകുന്ന ഉദാഹരണത്തിലെ ധ്വനി നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം അനുമാനത്തെ സമർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 3ാം ഭാഗത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അനുമാനത്തെ സമർത്ഥിക്കുന്നത് അല്ലെ. എന്താണ്? 1ാം ഭാഗത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ധ്വനി നിർവചനകാരികയുടെ വിമർശനം നടത്തുന്നു. 2ാം ഭാഗത്തിലോ ധ്വനിക്ക് നൽകിയ ഉദാഹരണത്തിലുള്ള കാവ്യദോഷങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. 3ാം ഭാഗത്തില് ധ്വനിക്ക് നൽകിയ ഉദാഹരണത്തിലെ കാവ്യദോഷങ്ങൾ വിമർശിക്കുന്നു. 3ാം ഭാഗത്തിൽ അദ്ദേഹം ധ്വനികാരൻ നൽകുന്ന ഉദാഹരണത്തിലെ ധ്വനി നിഷേധിച്ചിട്ട് പകരം അനുമാനത്തെ സമർത്ഥിക്കുന്നു. ഇതാണ് എന്താ നമ്മുടെ വ്യക്തി വിവേകത്തിന്റെ 3 ഭാഗങ്ങളായിട്ടുള്ള, അല്ലെങ്കിൽ വിഭജിച്ചിരിക്കുന്ന 3 ഭാഗങ്ങളിലെയും എന്താ പറയാ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇദ്ദേഹം പറഞ്ഞു, രസം ആത്മാവായ കാവ്യമാണ് പ്രധാനം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയായിരുന്നു ഇദ്ദേഹത്തിനും രസം ആത്മാവായിട്ടുള്ള കാവ്യം തന്നെയാണ് പ്രധാനം എന്ന പക്ഷക്കാരൻ തന്നെയായിരുന്നു ആര്? മഹിമഭട്ടനും. പക്ഷെ അദ്ദേഹം ഇവിടെ എതിർക്കുന്നത് എങ്ങനെയാണ്? ആ രസം എന്തല്ല ധ്വനിക്കുകയല്ല, മറിച്ച് അനുമാനപ്പെടുകയാണ് ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? രസം ധ്വനിക്കുകയല്ല, മറിച്ച് എന്താണ്? അനുമാനപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന അഭിപ്രായക്കാരനായിരുന്നു ആര്? മഹിമഭട്ടൻ അല്ലെ. അദ്ദേഹം രസം ആത്മാവായിട്ടുള്ള കാവ്യമാണ്, രസം തന്നെയാണ് കാവ്യത്തിന്റെ ആത്മാവ് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? രസം ധ്വനിക്കുകയല്ല, മറിച്ച് അനുമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, അർത്ഥത്തിൽ നിന്ന് അർത്ഥാന്തരങ്ങൾ ജനിക്കുന്നത് അനുമാനം വഴിയാണ്. അർത്ഥത്തിൽ നിന്ന് അർത്ഥാന്തരങ്ങൾ ജനിക്കുന്നത് എന്താണ്? അനുമാനം വഴിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വസ്തുവിന്റെ
സാന്നിധ്യത്തിൽ അതുമായി സഹജബന്ധമുള്ള മറ്റൊന്നിന്റെ സാന്നിധ്യം ഊഹിച്ചെടുക്കലാണ് അനുമാനം. കേവലമായ ഊഹമല്ല. എന്താണ് പറയുന്നത്? ഒരു വസ്തുവിന്റെ സാന്നിധ്യത്തിൽ അതുമായി സഹജബന്ധമുള്ള മറ്റൊന്നിന്റെ സാന്നിധ്യം ഊഹിച്ചെടുക്കലാണ് എന്ത്? അനുമാനം എന്ന് അദ്ദേഹം പറയുന്നു. ശബ്ദത്തിന് വാച്യാർത്ഥവും അനുമേയാർത്ഥവും മാത്രമേ ഉള്ളൂ. ഇതില്ലേ വ്യംഗ്യാർത്ഥമില്ല, ലക്ഷണാർത്ഥമില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ശബ്ദത്തിന് എന്തേ ഉള്ളൂ? ആകെ വാച്യാർത്ഥവും അനുമേയാർത്ഥവും മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു എന്താണ് വാക്യാർത്ഥം എന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് മുഖ്യാർത്ഥം? കേൾക്കുംപടി ബോധ്യമാകുന്ന അർത്ഥമാണ് വാച്യാർത്ഥം, അല്ലെ? മുഖ്യാർത്ഥം അഥവാ കേൾക്കുംപടി ബോധ്യമാകുന്ന അർത്ഥമാണെന്ത്? വാച്യാർത്ഥം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് തന്നെയാണ് അദ്ദേഹം മുഖ്യാർത്ഥം എന്ന് വിളിച്ചത്. പ്രധാനപ്പെട്ട അർത്ഥം അതാണ്. എന്താണ്? വാച്യാർത്ഥമാണ്. അത് കേൾക്കുന്ന പോലെ തന്നെ പ്രകടമാകുന്ന അർത്ഥമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ അദ്ദേഹം പിന്നീട് പറയുന്നു ഉപരിവിചിന്തനത്തിൽ ഉണ്ടാകുന്ന അർത്ഥമാണ് ഗൗണം എന്ന് പറയുന്നു. അതാണ് ഗൗണം. ഉപരിവിചിന്തനത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉപരിവിചിന്തനത്തിൽ ഉളവാകുന്ന അർത്ഥമാണ് ഗൗണം. അദ്ദേഹം ഗൗണത്തെ കുറിച്ച് പറയുന്നു, അല്ലെ? ഉപരി വിചിന്തനത്തിൽ ഉളവാകുന്ന അർത്ഥം ഗൗണം. എന്താണ്? കേൾക്കുംപടി ബോധ്യമാകുന്ന അർത്ഥം അത് വാച്യാർത്ഥമാണ്, മുഖ്യമായ അർത്ഥമാണ്. രണ്ടാമത്തത് ഗൗണമാണെന്ന് പറയുന്നു. വാച്യത്തിൽ നിന്നും ഗൗണത്തിൽ നിന്നുമാണ് അനുമേയർത്ഥം ജനിക്കുന്നത്. വാച്യാർത്ഥത്തിൽ നിന്നും ഗൗണാർത്ഥത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? അനുമേയർത്ഥം ധ്വനിക്കുന്നു അല്ലെങ്കിൽ ജനിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ധ്വനിക്കല്ല, ജനിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു, അല്ലെ? എന്നാൽ അനുമേയർത്ഥം 3 തരത്തിലുണ്ട്. വസ്തു, അലങ്കാരം, രസാധികൾ എന്നിവയായിട്ട് അനുമേയർത്ഥം 3 വിധത്തില് വരാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ധ്വനിതാർത്ഥം എന്നതിന് പകരം അനുമാനാർത്ഥം എന്നൊരു പദത്തെ പ്രതിഷ്ഠിക്കുകയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ മഹിമഭട്ടൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുക? വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. അപ്പൊ അദ്ദേഹം എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ ഈ പറയുന്ന നമ്മുടെ അനുമാന സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? അദ്ദേഹത്തിന്റെ വ്യക്തിവിവേകം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം അനുമാന സിദ്ധാന്തത്തെ കുറിച്ച് പറയുന്നത്. രസം ആത്മാവായ കാവ്യമാണ് പ്രധാനം. എന്നാൽ അവിടെ എന്തല്ല? രസം ധ്വനിക്കുകയല്ല, മറിച്ച് അനുമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു. അപ്പം അർത്ഥങ്ങളിൽ നിന്ന് അർത്ഥാന്തരങ്ങൾ ഉണ്ടാവുന്ന അനുമാനം വഴിയാണെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹം ചെയ്യുന്നു 2 തരത്തിലേ ഉള്ളൂ. ഒന്ന് വാച്യാർത്ഥവും അനുമേയർത്ഥവും മാത്രമേ ശബ്ദത്തിനുള്ളൂ. എന്താണ്? വാച്യാർത്ഥവും ഗൗണവും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്ന അനുമേയർത്ഥം ഉണ്ടാവുന്നത് അദ്ദേഹം പറയുന്നു, അല്ലെ? ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അദ്ദേഹം ധ്വനി സിദ്ധാന്തത്തിന് പകരം എന്ത് ചെയ്യുന്നു? ധ്വനിതാർത്ഥത്തിന് പകരം അദ്ദേഹം അനുമാനാർത്ഥം എന്നൊരു പദത്തെ പ്രതിഷ്ഠിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് അദ്ദേഹത്തിന്റെ അനുമാന സിദ്ധാന്തം. അദ്ദേഹം ധ്വനിക്കുകയല്ല എന്താ ചെയ്യുന്നത്, മറിച്ച് രസം അനുമാനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന അഭിപ്രായക്കാരനായിരുന്നു മഹിമഭട്ടൻ. അപ്പൊ അടുത്തത് എന്താണ്? കുട്ടിക്കൃഷ്ണമാരാർ. നമ്മുടെ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? അദ്ദേഹത്തിന്റെ ഭാഷാഭൂഷണമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നു കുട്ടിക്കൃഷ്ണമാരാർ മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് കുട്ടിക്കൃഷ്ണമാരാർ ഇദ്ദേഹത്തിന്റെ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് അനുമാനാർത്ഥമാണ്, അനുമാന സിദ്ധാന്തങ്ങളാണ്. ഒരു വസ്തു, കുട്ടികൃഷ്ണമാരെ പറഞ്ഞാട്ടോ, ഒരു വസ്തുവിന്റെ സാന്നിധ്യത്തിൽ അതുമായി സഹജബന്ധമുള്ള മറ്റൊന്നിന്റെ സാന്നിധ്യം ഊഹിച്ചെടുക്കുകയാണ് എന്ത്? അനുമാനം. ഞാൻ തൊട്ടും പറഞ്ഞോളൂ, ഒരു വസ്തുവിന്റെ സാന്നിധ്യത്തിൽ അതുമായി സഹജബന്ധമുള്ള മറ്റൊന്നിന്റെ സാന്നിധ്യം ഊഹിച്ചെടുക്കുകയാണ് അനുമാനം എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? അവിനാഭാവത്തിന് വേർപെടാതിരിക്കുക എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. അവിനാഭാവജ്ഞാനപൂർവമായിട്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിന്റെ ജ്ഞാനം ഉണ്ടാകുന്നതാണ് അനുമാനം എന്ന് കുട്ടികൃഷ്ണമാരാർ കണക്കാക്കുന്നു. അവിനാഭാവം നമുക്ക് അവിനാഭാവം, അതിനെന്താണ് അർത്ഥം? വേർപെടാതിരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇദ്ദേഹം പറയുന്നു അവിനാഭാവജ്ഞാനപൂർവകമായിട്ട് വേർപെടാത്ത രീതിയിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിന്റെ ജ്ഞാനം ഉണ്ടാകുന്നതാണ് അനുമാനം എന്ന് കുട്ടികൃഷ്ണമാരാർ പറയുന്നു. എന്താണ് പറയുന്നത്? അവിനാഭാവജ്ഞാനപൂർവമായിട്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിന്റെ ജ്ഞാനമുണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞ ഒരു വസ്തുവിന്റെ സാന്നിധ്യത്തിൽ, അത് അവിടെ ഉണ്ട്, ഒരു വസ്തുവിന്റെ സാന്നിധ്യത്തിൽ അതുമായി സഹജബന്ധമുള്ള മറ്റൊന്നിന്റെ സാന്നിധ്യം ഊഹിച്ചെടുക്കലാണ് അനുമാനം എന്ന് പറയുന്നു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അവിനാഭാവജ്ഞാനപൂർവകമായിട്ട് ഒന്നിൽ നിന്ന് മറ്റൊരു ജ്ഞാനം ഉണ്ടാകുന്നത് നമുക്ക് എന്ത് വിളിക്കാം? അനുമാനം എന്ന് വിളിക്കാമെന്ന് പറയുന്നു. എന്നാൽ പിന്നീട് പിൽക്കാല സാഹിത്യവാദികളിൽ പലരും എന്ത് ചെയ്യുന്നുണ്ട്? അനുമാനത്തെ കേവലം അലങ്കാരങ്ങളുടെ കൂട്ടത്തിൽ മാത്രമാണ് അധീനപ്പെടുത്തിയിട്ടുള്ളത് എന്നത് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ഈ പായൂരിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ഏറ്റവും ആദ്യം അനുമാന സിദ്ധാന്തം, മഹിമഭട്ടനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഏതാണ് പുസ്തകം?
അദ്ദേഹത്തിന്റെ വ്യക്തി വിവേകം എന്ന് പറഞ്ഞ പുസ്തകം. അവിടെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ധ്വനിക്ക് പകരം അനുമാനത്തെ എന്തിനാണ് പ്രതിഷ്ഠിച്ചത്, എപ്രകാരമാണ് പ്രതിഷ്ഠിച്ചത്, അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ കുട്ടിക്കൃഷ്ണമാരാർ, അല്ലെ, കുട്ടിക്കൃഷ്ണമാരാർ അദ്ദേഹത്തിന്റെ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ അടിത്തറ എന്താണ്? അനുമാന സിദ്ധാന്തമായിരുന്നു. അദ്ദേഹം എപ്രകാരമാണ് അനുമാന സിദ്ധാന്തത്തെ നോക്കിക്കാണുന്നത്, അല്ലെ, അദ്ദേഹം എപ്രകാരമാണ് അനുമാനത്തെ വ്യാഖ്യാനിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അനുമാനമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ ഇനി നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് ഔചിത്യ സിദ്ധാന്തമാണ്. ഔചിത്യ സിദ്ധാന്തം എന്താണ്? ഔചിത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഔചിത്യ സിദ്ധാന്തം? നോക്കാം. കവി ക്ഷേമേന്ദ്രനാണ് ഔചിത്യ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഔചിത്യ വിചാര ചർച്ച എന്ന് പറയുന്ന പുസ്തകമാണ്. ശ്രദ്ധിക്കുക. അപ്പൊ നോക്കൂ, ഇവിടെ നമ്മൾ എന്തൊക്കെ പറയുന്നത്? ഔചിത്യ വിചാര ചർച്ച, കവി കണ്ഠാഭരണം എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവായ ഇദ്ദേഹം ഔചിത്യത്തിന് കാവ്യത്തിൽ പരമപ്രാധാന്യം നൽകി. ക്ഷേമേന്ദ്രൻ ഔചിത്യത്തിന് കാവ്യത്തിൽ പരമപ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. AD 1050 കശ്മീർ ഭരിച്ചിരുന്ന അനന്തര രാജാവിന്റെ സമകാലികനായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നു. ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം. വ്യാസദാസൻ അദ്ദേഹത്തിന്റെ പേരുണ്ട്. അദ്ദേഹം 30-ലധികം കൃതികൾ രചിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടും. ജസ്റ്റ് ക്ഷേമേന്ദ്രനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളിത് മുൻപ് ആലങ്കാരികന്മാരെ കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്, എന്നാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമ്മൾ ഔചിത്യ സിദ്ധാന്തത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, ഏതൊന്നിന് സദൃശ്യമാണോ, ഏതൊന്നിന് സദൃശ്യമാണോ അതിനെ ഉചിതമെന്നും ഉചിതത്തിന്റെ അവസ്ഥയെ ഔചിത്യം എന്നും വിളിക്കാം. അപ്പൊ എന്താണ് ഉചിതം, എന്താണ് ഔചിത്യം, നമ്മൾ അതാണ് നോക്കേണ്ടത്. എന്താണ്? ഏതൊന്നിന് സദൃശ്യമാണോ അത് നമുക്ക് എന്ത് വിളിക്കാം? ഉചിതം എന്ന് വിളിക്കാം. ഉചിതത്തിന്റെ അവസ്ഥയെ നമുക്ക് എന്ത് വിളിക്കാം? ഔചിത്യം എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് ഔചിത്യം എന്നും എന്താണ് ഉചിതം എന്നും മനസ്സിലാക്കാം, അല്ലെ. ഒന്ന് മറ്റൊരെണ്ണത്തിന് സദൃശ്യമാണെങ്കിൽ നമ്മൾ അതിനെ ഉചിതം എന്ന് വിളിക്കുന്നു. ഉചിതത്തിന്റെ അവസ്ഥയാണെന്ത്? ഔചിത്യം. ഇവിടെ ക്ഷേമേന്ദ്രന് മുമ്പ് തന്നെ ഭരതമുനിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഔചിത്യത്തെ കുറിച്ച് ഭരതമുനിയൊക്കെ പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മറ്റൊരു പേരിലായിരുന്നു ഔചിത്യത്തെ വിശേഷിപ്പിച്ചിരുന്നത്. എന്താണത്? അദ്ദേഹം രസസംശ്രയത്വം എന്നാണ് ഭരതമുനി എന്ത് ചെയ്തിട്ടുള്ളത്? ഔചിത്യത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്താണ്? രസസംശ്രയത്വം. ആ പേരിലാണ് ഭരതമുനി ഔചിത്യത്തെ വിശേഷിപ്പിക്കുന്നത്. കണ്ടില്ലേ? രസസംശ്രയത്വം. എന്നിട്ട് ഭരതമുനി പറയുന്നുണ്ട്, ദോഷങ്ങൾക്ക് കാരണം അനൗചിത്യമാണ്. എന്താണ്? ദോഷങ്ങൾക്ക് കാരണം അനൗചിത്യമാണെന്ന് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ സിലബസിൽ പറയുന്നത്? നാട്യത്തിലും മറ്റും കാണുന്ന പല വിധത്തിലുള്ള ദോഷങ്ങളെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? രസസംശ്രയത്വം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടില്ലേ? എന്ത് ചെയ്യുന്നുണ്ട്? ഭരതമുനി എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഔചിത്യത്തെ രസസംശ്രയത്വം എന്നുള്ള പേരിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അത് ദോഷങ്ങൾ അനൗചിത്യം കൊണ്ടുണ്ടാകുന്നു. അപ്പൊ അദ്ദേഹം അവിടെ ഈ അനൗചിത്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദോഷങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നത്? രസസംശ്രയത്വം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ ഔചിത്യം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? അത് രുദ്രടനാണ്. ആരാണ്? രുദ്രടനാണ് ഔചിത്യം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. രസാത്മകമായ കാവ്യത്തിന്റെ സ്ഥിരമായ ജീവിതമാണ് ഔചിത്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. രസാത്മകമായ കാവ്യത്തിന്റെ സ്ഥിരമായ ജീവിതമാണ് ഔചിത്യം. ഔചിത്യ സ്ഥാനങ്ങൾ കേട്ടോ, ഔചിത്യങ്ങളല്ല, ഔചിത്യ സ്ഥാനങ്ങൾ 27 ഉണ്ട്. ഔചിത്യ സ്ഥാനങ്ങൾ 27 ഉണ്ട് എന്ന് അദ്ദേഹം ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ആര്? നമ്മുടെ ക്ഷേമേന്ദ്രൻ പറയുന്നുണ്ട്. 27 ഔചിത്യ സ്ഥാനങ്ങളുണ്ട്. 27 ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഈ ഔചിത്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ആരാണ്? ക്ഷേമേന്ദ്രനാണ് ഔചിത്യ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവെന്ന് പറഞ്ഞു. എന്താണ്? ഒന്ന്, മറ്റൊന്നിന് സദൃശ്യമാണെങ്കിൽ അതിനെ നമുക്ക് ഉചിതം എന്ന് വിളിക്കാം. ഉചിതത്തിന് കാരണമാകുന്ന അവസ്ഥയാണെന്ത്? ഔചിത്യം എന്ന് നമ്മൾ പറഞ്ഞു. 2, ഭരതമുനി നാട്യശാസ്ത്രത്തിൽ ഔചിത്യം എന്ത് വിളിക്കുന്നു? രസസംശ്രയത്വം എന്ന പേര് വിളിക്കുന്നുണ്ട്, അല്ലെ. എന്നാൽ ആദ്യമായിട്ട് ഔചിത്യം എന്ന വാക്ക് ഉപയോഗിച്ചത് രുദ്രടനാണ്. എന്താണ്? രസാത്മകമായ കാവ്യത്തിന്റെ സ്ഥിരമായിട്ടുള്ള ജീവിതമാണ് ഔചിത്യം എന്ന് നമുക്ക് പറയാം. ഔചിത്യ സ്ഥാനങ്ങൾ 27 ഉണ്ടല്ലോ. ഏതൊക്കെയാണ്? പദം, വാക്യം, പ്രബന്ധാർത്ഥം, ഗുണം, അലങ്കാരം, രസം, കാരകം, ക്രിയ, ലിംഗം, വാക്യം, വിശേഷണം, ഉപസർഗം,
നിപാതം, കാലം, ദേശം, കുലം, വ്രതം, തത്വം, സത്വം, അഭിപ്രായം, സ്വഭാവം, സാരസംഗ്രഹം, പ്രതിഭ, അവസ്ഥ, വികാരം, നാമം, ആശിസ്. ഇത്രയുമാണ് എന്താ 27 ഔചിത്യ സ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഔചിത്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്.